ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ മിക്സഡ് ഫ്രൂട്ട് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു പ്രിസർവേറ്റീവോ കളറോ ഒന്നും ചേർക്കാതെ ഒരു കിടിലൻ ജാമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുന്ന സമയത്ത് മാങ്ങ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വില കുറവിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. അത് കുറച്ചൊക്കെ കറുത്ത് ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ ജാം ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ മുന്തിരിയും ആപ്പിള്, പൊമഗ്രനേറ്റ്, പപ്പായ, പൈനാപ്പിള്, പഴം ഇതൊക്കെ പപ്പ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഞാൻ മുന്തിരി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് മുന്തിരി കിട്ടും. ഇതിൽ ഞാൻ തിളപ്പിക്കുന്ന സമയത്ത് ഒരു 4-5 സ്പൂണ്, ഇതേ സ്പൂൺ കൊണ്ട് തന്നെ ഒരു 4-5 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരിക. ഒരു നുള്ളു ഉപ്പ് കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ജാം ഉണ്ടാക്കുമ്പോൾ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുന്തിരി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും ഈ ഒരു പരുവാവും കേട്ടോ. ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല, മുന്തിരിയിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാൻ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു തോർത്ത് വെച്ചിട്ട്, ഞാൻ ഒരു തുണി തോർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാൻ മുന്തിരിയൊക്കെ തിളപ്പിക്കുന്ന സമയം കൊണ്ട് പപ്പ മാങ്ങയൊക്കെ നന്നാക്കി എല്ലാ ഫ്രൂട്ട്സും ചെറുതാക്കി അരിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നാശമായ മാങ്ങയൊക്കെ കളഞ്ഞ് മാങ്ങകളൊക്കെ റെഡിയാക്കി തന്നു. ഇപ്പോൾ കണ്ടോ, മാങ്ങയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 കിലോയോളം മാങ്ങയുണ്ട്. പൊമഗ്രനേറ്റ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. പൊമഗ്രനേറ്റ് 1, ആപ്പിൾ 1, പപ്പായ 1, പഴം ഒരു കഷ്ടി ഒരു 1/2 കിലോയോളം ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ, ഒരു ചെറിയ പൈനാപ്പിൾ. പിന്നെ ഇത് നമ്മുടെ മുന്തിരിയുടെ പൾപ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഒരു 2 കിലോയോളം ഉണ്ടെന്നാണ് തോന്നുന്നത് മുന്തിരി. ഞാൻ തൂക്കി നോക്കിയൊന്നുമില്ല. അപ്പോൾ ആ മുന്തിരി തിളപ്പിച്ച് അതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ബാക്കി ജ്യൂസ് അല്ലാത്ത എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയും എല്ലാം അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഏത് ഫ്രൂട്ടാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ നന്നായി അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിലിരിക്കുന്നത് ആപ്പിളാണ് കേട്ടോ. ആപ്പിളാണ് കളർ ചേഞ്ച് വന്നിരിക്കുന്ന അരച്ച് കഴിഞ്ഞപ്പം. പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ. അതുപോലെ തന്നെ പൊമഗ്രനേറ്റും മിക്സിയിലടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്, അതും അരിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ കുരുവിൻ്റെ അംശമൊക്കെ. പപ്പായ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 5 ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നമ്മുടെ ജാമിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇൻഡാലിയത്തിൻ്റെ അടിക്കട്ടിയുള്ള ഉരുളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആകെ എൻ്റെ അടുത്ത് ഈ ഒരു ഉരുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഉരുളിയിലാണ് ഇങ്ങനെ കൂടുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പഴം അരച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് മുന്തിരിയും കൂടി ഒഴിച്ചു കൊടുത്തു. എന്താ അതിൻ്റെ ഒരു കളറല്ലേ, അടിപൊളി കളറാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ അരച്ചിട്ടുള്ള ഒരു സാധനത്തിലും ഒരു ഡ്രോപ്പ് വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ സമയം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വറ്റി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളതിൽ മിക്സാക്കി നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. കണ്ടോ, ആ മുന്തിരിയുടെ ആ കളറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. ഇത് വെന്ത് വരുമ്പോൾ കളറിന് ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇത് മുന്തിരി ഒഴിച്ച് വന്നപ്പോഴത്തെ
ആ ഒരു കളറാണിത്. ഇനി പഞ്ചസാരയൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറിൽ ചെറിയ മാറ്റമൊക്കെ വരും. മാങ്ങയല്ലേ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ടാണ് കളറിൽ ചേഞ്ച് വരുന്നത് കേട്ടോ. ഇനി നല്ല കളർ കിട്ടുന്ന ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട്, ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും കളറ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നാച്ചുറലായിട്ട് നമുക്ക് ഈ എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ അതേ കളർ തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. ഇനി നമ്മളത് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാനിത് വലിയ ഉരുളി ആയതുകൊണ്ടും പിന്നെ ഇത് കുറേ വറ്റി വരണമല്ലോ, അപ്പോൾ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. ചിരട്ട വെച്ച് കത്തിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം സെൻറ്റർ ഭാഗം. പ്രത്യേകിച്ച് എൻ്റെ ഉരുളി അടിക്കട്ടിയില്ലാത്ത ഉരുളി ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വേഗം തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കണ്ടോ. അപ്പോൾ അതിൻ്റെ കളറിലൊക്കെ ഒരു മാറ്റം വന്നു, നന്നായിട്ട് മിക്സായി ഒന്ന് വെന്ത് വന്നപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കളറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 കിലോയോളം മാങ്ങയും ബാക്കി ഫ്രൂട്ട്സൊക്കെ കൂടി ഒരു 5 കിലോയോളം ഉണ്ട് തൂക്കം വരും. ഇതിലേക്ക് ഞാൻ ഒരു 600 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ, കൂടുതലൊന്നും ചേർക്കേണ്ടി വന്നില്ല. ഇതിൽ അത്യാവശ്യം നല്ല മധുരം തന്നെ ഇത്രയും പഞ്ചസാര ചേർത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും ഒന്നുകൂടെ ലൂസാവും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തീ കത്തിച്ച് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാമിനൊരു തിളക്കമൊക്കെ വരും കേട്ടോ, ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അതാ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഗ്ലേസിങ് വന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ തേനാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ്സോളം നമ്മൾ തേൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 5 കിലോയോളം നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് തേൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തേനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജാമൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഇറക്കാരായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വരാനുണ്ട് കണ്ടോ. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീയൊക്കെ ഞാൻ കത്തിക്കൽ പുതിയ ചിരട്ടയൊന്നും വെക്കുന്നില്ല കേട്ടോ, ഉണ്ടായിരുന്ന ആ തീയിൽ തന്നെ കിടന്ന് അങ്ങ് ആവാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണേ. അപ്പോൾ അതാ നന്നായിട്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഉരുളിയുടെ സൈഡിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറി കഴിയുമ്പം അത് ആ പാകത്തിലേക്ക് വരും കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കട്ടയായിട്ടുള്ള ഒരു ജാമല്ല, ഞാൻ കുറച്ച് നമുക്കിങ്ങനെ ചപ്പാത്തിയിലും ബ്രെഡിലൊക്കെ തേക്കാവുന്ന ഒരു പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. നമ്മുടെ ഉരുളിയിലൊന്നും ഇങ്ങനെ പിടിക്കാതെ കണ്ടോ, സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങോട്ടും ഒലിച്ച് പോവാതിരിക്കുവാണെങ്കിൽ ആ പാകത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജാമത നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. തീയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കനൽ ആ അടിയിലത്തെ കത്തിക്കൊണ്ടിരുന്നത് മാത്രം, പുതിയതായിട്ട് നമ്മൾ തീയൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ഇറക്കാനുള്ളൊരു പാകമായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ നാരങ്ങ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ നാരങ്ങ നീരും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു പാകമാണ്. ഇനി നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നീര് വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നുകൂടെ ഇതാവും. അത് കഴിഞ്ഞ് ഞാൻ ഈ അടുപ്പിൽ തന്നെ കുറച്ച് നേരം വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ തീയൊന്നും കത്തിക്കുന്നില്ല, അടുപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കനലൊക്കെ കിടുമ്പോഴത്തേക്കും നമ്മുടെ ജാം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ.
അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ചൂടാറാനുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയാക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിതിങ്ങനെ ജാമൊക്കെ തേക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി കുറച്ച് ലൂസായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കളർ കണ്ടോ, അപ്പോൾ നമ്മൾ നന്നായി വെന്ത് ഫ്രൂട്ട്സൊക്കെ വെന്ത് നാരങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇതൊക്കെ കുപ്പിയിലാക്കിയത് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുപ്പികളിലാക്കി വെക്കുക. അപ്പോൾ തോനെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു 3-4 കുപ്പികളിലാക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ചപ്പാത്തിയും ജാമുമാണ് കേട്ടോ പിള്ളേർ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തേക്കാനൊക്കെ നല്ല സുഖമാണ് ഈ ഒരു ലൂസിൽ എടുക്കുമ്പോൾ. ഇനിയും ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുപ്പികളിൽ കിട്ടുന്ന ആ ഒരു ടൈറ്റിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയിൽ ജാം തേച്ചിട്ട് കഴിക്കുകയാണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാത്ത അടിപൊളി ജാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് വേണമെന്നൊന്നുമില്ല. ഏത് ഫ്രൂട്ടാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.